എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. പ്രീമിയർ ലീഗ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ കെവിൻ ഡി ബ്രൂയിനെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകളായിരുന്നു രംഗത്തുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹം സിറ്റി വിടുകയാണെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ആരാധകരെ അറിയിച്ചത്. എന്തായാലും അതിനുശേഷം ധാരാളം ക്ലബ്ബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്റർ മിയാമി അടക്കമുള്ള ക്ലബ്ബുകൾ താരത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുണ്ട് എന്നുള്ള അപ്ഡേറ്റുകൾ വരെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഇപ്പോൾ കെവിൻ ഡി ബ്രൂയി ഏത് ടീമിലേക്കാണ് പോവുക എന്നതിനെപ്പറ്റി ഇപ്പോൾ ഒരു വ്യക്തത ഫെബ്രീസിയോ റൊമാനോ അടക്കമുള്ള ഫുട്ബോൾ ജേർണലിസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ നൽകുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഇറ്റലിയിലേക്ക് പോകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ അടക്കമുള്ള ഫുട്ബോൾ ജേർണലിസ്റ്റുമാർ ഇപ്പോൾ നൽകുന്ന അപ്ഡേറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇറ്റാലിയൻ ക്ലബായ നാപ്പോളിയിലേക്കായിരിക്കും താരം പോവുക എന്നാണ് നിലവിൽ അറിയുന്നത്. അതായത് സിരിയ എയിലൊക്കെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമെന്നതാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ബാക്കിയുള്ള ക്ലബ്ബുകളെല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നാപ്പോളി അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ ആരാധകരെ അറിയിക്കുന്നത്. എന്തായാലും വലിയൊരു ട്രാൻസ്ഫർ തന്നെയായിരുന്നു ഇതെന്ന് പറയേണ്ടി വരും. എന്തായാലും പല ക്ലബ്ബുകളെയും മലർത്തിയടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാപ്പോളി ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സിരിയ എയിലെ കഴിഞ്ഞ വട്ടത്തെ ചാമ്പ്യന്മാർ കൂടിയായിരുന്നു നാപ്പോളി. അതുകൊണ്ട് തന്നെ എന്തായാലും താരം അതുകൊണ്ടുകൂടി ആവണം ഇപ്പോൾ നാപ്പോളിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തായാലും ഇന്റർ മിയാമിലേക്ക് പോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഒരു പ്ലേ മേക്കർ ഉണ്ട്. മെസ്സിയാണ് അവിടുത്തെ പ്ലേ മേക്കർ. എന്തായാലും അദ്ദേഹം പ്ലേ മേക്കറായി കളിക്കുന്ന ഒരു താരമാണ് കെവിൻ ഡി ബ്രൂയിൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും ഇന്റർ മിയാമിലേക്ക് പോകില്ല എന്നത് നമുക്ക് വ്യക്തമായിരുന്നു. എന്നാലും അദ്ദേഹം ഇപ്പോൾ നാപ്പോളിയിലേക്കാണ് നിലവിൽ പോയിട്ടുള്ളത്. എന്തായാലും നാപ്പോളിയുടെ പ്ലേ മേക്കറായി മികച്ച രീതിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്കിപ്പോൾ ആശംസിക്കാം.